ഈ ഋതുക്കളും പഞ്ചഭൂതങ്ങളുമായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? വാസ്തവത്തിൽ ഋതുക്കൾ എന്ന് പറയുന്നത് നാം ധരിച്ചു വച്ചിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ പൊതുവേ ഋതുക്കളെക്കുറിച്ച് കരുതുന്നത്. വാർഷികമായിട്ട് മാത്രമല്ല, ഋതുക്കൾ പ്രാപഞ്ചികമായിരിക്കുന്നൊരു കാലചക്രത്തിനകത്ത് ഒരു ഋതുക്കൾ സംഭവിക്കുന്നുണ്ട്. ആർത്തവം എന്നാണ് അതിനെ വിളിക്കുന്നത്, കറങ്ങി വരുന്നതിനെ. അത് വർഷത്തിൽ, പ്രവീണൊന്ന് മൈക്ക് ഓഫ് ചെയ്യണേ, ഇവിടെ എക്കോ കേൾക്കുന്നു കേട്ടോ. അപ്പോൾ വർഷത്തിൽ അത് ഭൂമിയെ സംബന്ധിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യമായിട്ട് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഋതുക്കൾ അങ്ങനെ വരുന്നു. ഇനി ഇത് മാസത്തിൽ വരുന്നുണ്ട്. മാസത്തിൽ വരുന്നതിന് പിന്നെ പുറമേ ഭൂമിയുടെ ഒരു ഭ്രമണം 24 മണിക്കൂർ, ഇപ്പോൾ 24 മണിക്കൂർ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. ആ സമയത്തിനകത്ത് തന്നെയും തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോലും ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ ഹേമന്തം ആയിട്ട് കാണുന്നുണ്ട്. ശരൽക്കാലം വരുന്ന സമയം, ഈ ശരൽക്കാലം വരുന്ന ആയുർവേദ ചരക സുശ്രുത സംഹിതകളിലൊക്കെ അത് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ നാം ഒരിക്കൽ ആനന്ദപ്രസാദുമായിട്ട് ഉള്ള ഒരു ചോദ്യോത്തരത്തിൽ ഇത് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാനത് നോക്കിക്കോട്ടെ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഈ സംഹിതകളിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശരൽക്കാലം എന്ന് പറയുന്ന സമയത്ത് ആ ഋതുവുമായി ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള ഘനീഭവിച്ചുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന. ബ്ലോക്കുകൾ ഉണ്ടാവുക, ഗാംഗ്രീൻസ് ഉണ്ടാവുക, അതുപോലെ പിന്നെ ഈ കാല് വെരിക്കോസ് വെയിനുകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ ശരൽക്കാലങ്ങളിലാണെന്നാണ് പറയുന്നത്. ആ ശരൽക്കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റും നിശ്ചയിക്കേണ്ടത് എന്നാണ്. ഓരോ ദിവസവും ഹേമന്തം, ഗ്രീഷ്മം, വർഷം എന്നുള്ള ഈ പറഞ്ഞ 6 ഋതുക്കളും ഒരു ദിവസം തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് ഓരോ ഋതുവും ഒരു ഭൂതത്തിൻ്റെ പ്രാധാന്യം ഉള്ളതോ മറ്റൊന്ന് ലഘുവായിരിക്കുന്നതോ ഒക്കെ ആയിരിക്കുന്നൊരു വ്യത്യാസവും കൂടെ ഉണ്ട്. അതാണ് ആ പഞ്ചഭൂതങ്ങളും ഋതുക്കളുമായുള്ള ബന്ധം. എല്ലാത്തിലും ആകാശതത്വം പൂർണ്ണമായിട്ടും അടിസ്ഥാനപരമായിട്ടുണ്ട്. അതിന് പുറമേ ഓരോ ഋതുക്കളിലും പഞ്ചഭൂതങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് അത് ഓരോ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഈ രോഗങ്ങളുടെ ശരീരവിജ്ഞാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നത്, ആയുർവേദത്തിലാണ്. അതുകൊണ്ടാണ് ആ രോഗങ്ങൾ എന്ന് പറയുന്നൊരു പിന്നെ സ്വാസ്ഥ്യ വിഷയത്തിലേക്ക് നാം കടന്നു കയറുന്നത്. അപ്പോൾ ആ രോഗത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെയും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളനുസരിച്ചാണല്ലോ ഒരു രോഗം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ആയുർവേദത്തിൽ. അപ്പോൾ അതുപോലെ ആ രോഗങ്ങളുടെ ബന്ധം കൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായി ഈ പറഞ്ഞ 6 ഋതുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് ഓരോ തന്മാത്രകളുടേതായ അടിസ്ഥാന സ്വഭാവം, ഭൂതമെന്നുള്ള നിലയിൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചു കഴിഞ്ഞു, മാനിഫെസ്റ്റ് ആണ്, മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആണ് ഭൂതത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഭൂതത്തിന് പുറകിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രേരകമായിരിക്കുന്ന ശക്തിയെ തന്മാത്ര എന്ന് വിളിക്കാം, അതിൻ്റെ സൂക്ഷ്മതരമായിരിക്കുന്ന രൂപത്തിൽ. അപ്പോൾ ആ സൂക്ഷ്മതരമായിരിക്കുന്ന രൂപത്തിലാണ് ഋതുക്കൾ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല, അതായത് ഭവിച്ചു കഴിഞ്ഞ ഭൂതത്തിൻ്റെ സ്വഭാവത്തിലല്ല, മറിച്ച് അതിൻ്റെ സൂക്ഷ്മ സ്വഭാവത്തിലാണ്. ഗ്രീഷ്മം, ഉദാഹരണത്തിന് ഗ്രീഷ്മം എടുത്തു നോക്കൂ. ഗ്രീഷ്മം എന്ന് പറയുന്നതിനകത്ത് ഏത് ഭൂതത്തിനായിരിക്കും, ഏത് തന്മാത്രയ്ക്കായിരിക്കും കൂടുതലായിരിക്കും വരുന്നത്? അഗ്നി തന്മാത്രയ്ക്കായിരിക്കും. അഗ്നി തന്മാത്ര കൂടുതലായിട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞ് മറ്റ് തന്മാത്രകൾ കുറവാണോ? അവ ഇല്ലാതിരിക്കുന്നുണ്ടോ? അല്ല, അവയുടെ താരതമ്യേനയുള്ള അനുപാതം കുറവായിരിക്കും. ഓരോ കാലത്തെ എടുത്തു നോക്കുമ്പോഴും നാം ഇത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട പിന്നെ ഋതുക്കളും അതിനിടയിലുള്ള ഋതുക്കളുമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇടയിലുള്ള ഋതുക്കളിൽ ആദ്യത്തെ ഋതുവിൽ നിന്നുള്ള കുറവും രണ്ടാമത്തെ ഋതുവിൻ്റെ ഗ്രോത്തും അങ്ങനെയായിരിക്കും വരുന്നത്. ആ ഭൂതങ്ങളുടെ
വ്യത്യാസം. അല്ലാതെ ഒന്നിൻ്റെ അസ്തമനവും മറ്റൊന്നിൻ്റെ ഉദയവും ആയിട്ടാണ് നടക്കുള്ള ഋതുക്കളിൽ വരുന്നത്. അപ്പോൾ ഓരോ ഋതു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം, പഞ്ചഭൂതങ്ങളുടെ വ്യാപനശീലം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ആയുർവേദത്തിൻ്റെ സ്വാസ്ഥ്യം നമ്മളിവിടെ ചികിത്സയെ സംബന്ധിക്കുന്ന പഠനമാണല്ലോ പൊതുവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു MD ലെവലിലൊക്കെ എനിക്ക് തോന്നുന്നു സ്വാസ്ഥ്യത്തെ സംബന്ധിക്കുന്ന പഠനം നടത്താൻ, ഗവേഷണം നടത്താനൊക്കെ ഉള്ള സൗകര്യം ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഈ ചരകൻ്റെയും സുശ്രുതൻ്റെയും സംഹിതകൾ തന്നെ എടുത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവയിലൊക്കെ തന്നെയും ഇത് വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പല രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ശമനവും അവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു രോഗത്തിൻ്റെ ചികിത്സ തുടങ്ങേണ്ടത് എവിടെ വെച്ച്, ഏത് ഋതുവിൽ തുടങ്ങണം, ഏത് ഋതുവിലാണ് അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നത്, ഏത് ഋതുവിലാണ് വേദന ഉണ്ടാകുന്നത്, ഏത് ഋതുവിലാണ് അതിൻ്റെ ശമനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ പല ഋതുക്കളായി തിരിച്ചതിനകത്ത് ചില ഋതുക്കളിൽ ഈ വേദനയോ അസ്വസ്ഥതയോ കാണുകയില്ല. അതുകൊണ്ട് നാം ധരിക്കരുത് വേദന രോഗം മാറിയെന്ന് വിചാരിക്കേണ്ട. രോഗം അവിടെ തന്നെ ഉണ്ട്. രോഗത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെ നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആ ആർത്തവ സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതവിടെ തന്നെ അടങ്ങുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതിന് സൗകര്യമുള്ള ഒരു ഋതു വരുമ്പോൾ അതനുസരിച്ച് അത് പുറത്തേക്ക് വരുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നു അയ്യോ രോഗം വീണ്ടും പോയി, രാവിലെ ഇല്ലായിരുന്നു, ഉച്ചയ്ക്ക് ഇതാ വീണ്ടും വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിനകത്ത് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഈ ഭൗതികമായിട്ട് വരുന്ന വ്യത്യാസം. ഇപ്പോൾ നല്ല ഉഷ്ണമുള്ളൊരു സമയത്ത് മഴ പെട്ടെന്ന് ചാറ്റൽ മഴ പെയ്യുകയാണ്, വളരെ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. സെൻസിറ്റീവായിട്ടുള്ള ബോഡികളിൽ വളരെ നേരിയ ഒരു വ്യത്യാസം പോലും, പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യത്യാസം പോലും വളരെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഹിമാലയത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ആൾക്കാർ അവർ വളരെ ശുദ്ധമായിരിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുന്നവരാണ്. ശുദ്ധമായിരിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുന്നതെന്ന് മാത്രമല്ല, അവർ അനാവശ്യമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ശ്വാസം ഉണ്ടാകുന്നതുകൊണ്ട് വാസ്തവത്തിൽ അവർക്ക് അതീന്ദ്രിയമായിരിക്കുന്ന പല കഴിവുകളും ഗ്രേ മാറ്ററിൻ്റെ വികാസം അവരുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും വളരെ വ്യക്തമായിട്ട് അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കണക്കൂട്ടലുകൾ അവർക്ക് പറയാൻ പറ്റും. ഇത്ര നേരത്തിനകം മഴ പെയ്യും എന്ന് പറയുന്ന എത്രയോ വൃദ്ധന്മാർ ഹിമാലയത്തിൽ നമുക്ക് കാണാം. ആ മഴ പെയ്യും എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ മഴയുടെ ഒരു സാധ്യതയുമില്ല. നമ്മളിവിടെ ഭയങ്കര വെയിലാണെങ്കിൽ നമ്മൾ പറയും ഇന്ന് മഴയുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ മഴയുണ്ട്, എവിടെയോ മഴ പെയ്യുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ഒരു പതിവ് രീതിയാണ്. ഇതൊന്നുമില്ല, ഇതുപോലുള്ള ഒരു ഭൗതിക സൂചനയും ഇല്ലാതെ അവർക്ക് വളരെ വ്യക്തമായിട്ട് കാലാവസ്ഥ. ഇപ്പം ഇത്തരത്തിലുള്ള വ്യക്തികളാണ് പലപ്പോഴും ഏറ്റവും കഠിനമായിരിക്കുന്ന ഹിമാലയ യാത്രകളിൽ, പ്രത്യേകിച്ച് സതോബാന്ത്, കൈലാസം അങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാരണ മനുഷ്യർ പോകാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും തീവ്രമായിരിക്കുന്ന യാത്രികർ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആദി കൈലാസത്തിൽ പോകുന്നവർ, അവിടെയൊക്കെ പോകുന്നവർക്കെല്ലാം തന്നെയും, മണിമഹേഷി പോകുന്നവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ജ്ഞാനവൃദ്ധന്മാരുടെ സഹായം വളരെ പ്രയോജനമാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ മണ്ണൊലിപ്പുണ്ടാകുന്നത് അറിയാം. അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം ശ്രീമതി പ്രോതിമാബേടി ഈ സംഘവുമൊക്കെ മണ്ണിനടിയിൽ പെട്ടുപോയ ഭാഗമുണ്ട്. ആദി കൈലാസ് റൂട്ടിനകത്താണ്. അത് വാസ്തവത്തിൽ അവിടെയുള്ള വൃദ്ധന്മാരായിരിക്കുന്ന ആൾക്കാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം അതിനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ മുമ്പേ അവരെ വാൺ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഗ്രൂപ്പിനെ. പക്ഷെ പലപ്പോഴും അത് അവഗണിക്കപ്പെടുകയാണ് പതിവ്. അതിൽ കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥൂലമായിരിക്കുന്ന ഭൂതങ്ങളിൽ കൂടെയാണ് തെറ്റിദ്ധരിക്കുന്നത്. നേരെ തിരിച്ച് സൂക്ഷ്മമായിരിക്കുന്ന തന്മാത്രാ സ്വഭാവത്തിലാണ് ഈ ഭൂതങ്ങൾ ഋതുക്കളിൽ പ്രവർത്തിക്കുന്നത്. ഋതുക്കൾ പൊതുവെ ഭാരതത്തിൽ നമുക്ക് 6 ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. സാഹിബിനെ സംബന്ധിച്ചിടത്തോളം 4 സീസണുകളാണെങ്കിലും അവയുടെ ഇടയ്ക്കുള്ള ഓരോന്നുകൂടി ഇതിനകത്ത് ഇപ്പോൾ അവർ
കണക്കാക്കുന്നുണ്ട്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ഇത്രയും ഋതുക്കളാണ് നമുക്ക് 6 നമുക്കുള്ളത്. ശിശിരം ഞാൻ പറയുന്ന 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ദിനമായിട്ടുള്ള ഋതുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിരാവിലെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ശിശിരം എന്ന് പറയുന്നത് ഹേമന്തത്തിൻ്റെ തുടർച്ചയായിട്ട് ശിശിരത്തിൽ വരുന്നു. ശിശിരത്തിൽ നിന്ന് വസന്തം ഉണ്ടാകുന്നു, വസന്തത്തിൽ നിന്ന് ഗ്രീഷ്മം ഉണ്ടാകുന്നു, ഗ്രീഷ്മത്തിൽ നിന്ന് വർഷം ഉണ്ടാകുന്നു, വർഷത്തിൽ നിന്ന് ശരത്തുണ്ടാകുന്നു, ശരത്തിൽ നിന്ന് ഹേമന്തം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ യജ്ഞങ്ങൾക്കെല്ലാം വസന്തത്തിനായിട്ട് ആണ്, വസന്തമാണ് പ്രധാനമായിട്ട് കണക്കാക്കുന്നത്. ഒരു യജ്ഞ വേദിക നിർമ്മിക്കുന്നതിൽ ആദ്യം വയ്ക്കുന്ന ഇഷ്ടികകൾ എന്ന് പറയുന്നത് വസന്തത്തിനെ സൂചിപ്പിക്കുന്നതാണ്. മധുമാസത്തെയും വസന്തത്തെയും സൂചിപ്പിക്കുന്ന ഓരോ ഇഷ്ടികകൾ ആദ്യം 2 വയ്ക്കുന്നു. കാരണം അത് ഗ്രോത്തിൻ്റേതായ, ഒറിജിനേഷൻ്റേതായ ഒരു സൂചനയാണ് അതിനകത്ത് കൊടുക്കുന്നത്. നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. മൊത്തത്തിലൊരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരുന്നു. ഈ സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഋതുക്കൾ എന്ന് പറയുന്നത് വാർഷികമായിട്ടുള്ള ഋതുക്കളാണ് പറയുന്നത് സാധാരണഗതിയിൽ. ആദാനകാലവും വിസർഗകാലമായിട്ട് 2ആയിട്ട് തിരിക്കുന്നുണ്ട് ദക്ഷിണായന ഉത്തരായണ കാലഘട്ടങ്ങളെ ആയുർവേദത്തിൽ. അപ്പോൾ അതിൽ 3 ഋതുക്കൾ എന്നുള്ള രീതിയിലാണത് പോകുന്നത്. ആയുർവേദത്തിൽ സ്വാസ്ഥ്യ ചക്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ദൈനംദിനമായിട്ടുള്ള ഋതുക്കളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതൊരിക്കൽ ആനന്ദ് തന്നെ സംസാരിക്കുകയുണ്ടായി, എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും അല്ലാതെ വാസ്തവത്തിൽ വർഷങ്ങളുടെ ഒരു നീണ്ട കാലയളവിലും ഈ ഋതുക്കൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കോവിഡ് വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്റ്റേറ്റാണ്. അതൊരു 100 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു ഋതുസംഗമം പോലത്തെ അവസ്ഥയാണ്. ഇതൊരു വിൻ്ററായിട്ടാണ് അനുഭവിക്കുന്നത്. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ വയ്യാത്ത ശിശിരത്തിൻ്റേതായ അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്, ഹേമന്ത ശിശിരങ്ങൾ. അപ്പോൾ ഇത് തണുത്തുറഞ്ഞ് ഒന്നും ചെയ്യാൻ വയ്യ. തണുപ്പുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചോണം. തണുപ്പ് കാലത്താണ് തുടങ്ങുന്നത്, അടുത്ത തണുപ്പ് കാലത്താണ് അത് തീർന്നു വരുന്നത് എന്ന് വിചാരിക്കാം. എന്തായാലും ഈ സമയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ജനറേഷൻ്റെ സമയത്തേക്ക് നമ്മൾ പോവുകയാണ്. ഒരു വസന്തം ആരംഭിക്കുന്നു, ഒരു സ്പ്രിങ് ആരംഭിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഇത് എല്ലാ വർഷവും, എല്ലാ 100 വർഷങ്ങൾക്കൊരിക്കലും, എല്ലാ ശതകങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. അത് പല കാരണങ്ങളല്ലായിട്ട് അതിൽ സംഭവിക്കാം. ഒന്നുകിൽ യുദ്ധം പോലുള്ള കെടുതികളായിരിക്കാം, അല്ലെങ്കിൽ മഹാമാരികളായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങളായിട്ട് മനുഷ്യന് ഒരു സമൂല പരിവർത്തനത്തെ വിധേയമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവാറുണ്ട്. വ്യാവസായികമായ കണ്ടുപിടുത്തങ്ങളുണ്ടാകുന്നത്, അത് കഴിഞ്ഞുടൻ പുതിയ സാമ്പത്തിക നയങ്ങളുണ്ടാകുന്നത്, ഇതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടവും ഒരു ഗ്രോത്തിൻ്റെ കാലഘട്ടം തൊട്ട് പുറകെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഈ ഋതുക്കളുടെ ഭാഗമായിട്ട് വാസ്തവത്തിൽ പഞ്ചഭൂതാത്മകമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പ്രവീൺ ചോദിച്ചത് പഞ്ചഭൂതങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശവും വായുവും ചേരുന്നത് വാതം. അപ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഈ 5 തത്വങ്ങളും ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ 5ആയിട്ടല്ല.
അഞ്ജയുടെ യൗകികമായിരിക്കുന്ന സാഹചര്യങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് വാതപിത്ത കഫങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ആകാശവും വായുവും ചേർന്ന് വാതവും, അഗ്നിയും ജലവും ചേർന്ന് പിത്തവും, ജലവും പൃഥ്വിയും ചേർന്ന് കഫവും ഉണ്ടായിരിക്കുന്നു എന്നാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഋതുക്കളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തെയും ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മനുഷ്യരാശിയെ മാത്രമല്ല, മൊത്തത്തിൽ പ്രപഞ്ചത്തിൽ തന്നെ ഈ കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ധാതുക്കൾ, ഈ പറഞ്ഞ ത്രിദോഷങ്ങൾ ഓരോ തരത്തിൽ ബാധിക്കുന്നു. അതിൻ്റെ നടത്തിപ്പിനെ, അതിൻ്റെ സ്ഥിതിയെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇത്തരത്തിലൊരു പഞ്ചഭൂതാത്മകമായിരിക്കുന്ന അവസ്ഥ ഉള്ളപ്പോൾ, പഞ്ചഭൂതങ്ങൾ മുഴുവൻ ഈ ത്രിദോഷങ്ങളായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളപ്പോൾ അവയ്ക്ക് മൂന്നായിട്ട് അവയുടെ ഒരു കാലഘട്ടത്തെ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, ഓരോ ദോഷവും അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം, വിഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം, ഡിമിന്യൂഷൻ നടക്കുന്നൊരു സമയം. ഇങ്ങനെ 3 കാലഘട്ടങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് സഞ്ചയം, പ്രകോപം, ശമനം എന്നിങ്ങനെ വിളിക്കും ആയുർവേദത്തിൽ. അപ്പോൾ ആ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആ ദോഷത്തിൻ്റെ അക്യുമുലേഷൻ. അതിനില്ലാന്നില്ല, അതിന് മുമ്പുണ്ട്, അതിന് ശേഷവും ഉണ്ട്. പക്ഷേ അതിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രകോപത്തിൻ്റേതായ സമയത്ത്, രണ്ടാമത്തെ സമയത്ത്, വിശേഷൻ്റെ സമയത്ത് എന്ത് പറ്റുന്നു? അതിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങുന്നു, ദോഷപ്പെടുന്നു, അല്ലെങ്കിൽ ആയുർവേദക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷിക്കുന്നു എന്ന് പറയും. ശമനത്തിൻ്റെ അവസ്ഥയിൽ മൂന്നാമത്തെ കാലഘട്ടത്തിൽ ഇത് ഇല്ലാതാകുന്നു വെച്ചാൽ പൂർണ്ണമായും ഇല്ലാതാകുമോ? ഇല്ല, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്യൂമുലേഷൻ്റെ കാര്യം, വാദത്തിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ, വാദം വർഷകാലത്ത് സമാഹരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നത് വർഷകാലത്താണെങ്കിലും അത് കോപിക്കുന്നത് ശരത്കാലത്താണ്. ശമനം വരുന്നത് ഹേമന്തത്തിലുമാണ്. അതുപോലെ വാദം കഴിഞ്ഞ് പിത്തം എടുക്കുമ്പോൾ ഗ്രീഷ്മത്തിൻ്റെ സമയത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഗ്രീഷ്മത്തിൻ്റെ സമയത്താണ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത്. വർഷത്തിൻ്റെ സമയത്ത് വിഷേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കോപിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞു തുടങ്ങുന്നു, അല്ലെങ്കിൽ നശിക്കാനുള്ള തുടക്കം ആരംഭിക്കുന്നു. ശരത്തിൻ്റെ സമയത്ത് അത് ശമനത്തിലേക്ക് പോകുന്നു. എന്തെങ്കിലും ഓർമ്മിച്ച് പറയുമ്പം തെറ്റുണ്ടെങ്കിൽ ആനന്ദപ്രസാദുള്ളതുകൊണ്ട് അത് തിരുത്തിക്കൊള്ളാം. കഫത്തിൻ്റെ അവസ്ഥ ശിശിരത്തിലാണ് അക്യൂമുലേഷൻ സംഭവിക്കുന്നത്. വസന്തത്തിൽ അത് വിഷേറ്റ് ചെയ്യുന്നു. ഗ്രീഷ്മത്തിൽ അത് ശമനം വരുന്നു. അപ്പോൾ ഇത് 3 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ മാത്രമല്ല നടക്കുന്നത്, നിത്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണി മുതൽ 10 മണി വരെ കഫത്തിൻ്റെ പ്രാധാന്യമുള്ള സമയമാണ്. 10 മുതൽ 2 മണി വരെ പിത്തത്തിൻ്റെ പ്രാധാന്യമുള്ള സമയമാണ്. 2 മുതൽ 6 മണി വരെ വീണ്ടും വാദത്തിൻ്റേതായ സമയം വരുന്നു. 6 മുതൽ 10 മണി വരെ രാത്രി, വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ കഫത്തിൻ്റെ സമയം വീണ്ടും വരുന്നു. 10 മുതൽ അതിരാവിലെ 2 മണി, അർദ്ധരാത്രി 2 മണി വരെ വീണ്ടും പിത്തത്തിൻ്റെ സമയം വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ 4 മണി മുതൽ 2 മണി മുതൽ 6 മണി വരെ വീണ്ടും വാദത്തിൻ്റെ സമയം വരും. ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെ തന്നെയും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന അവസ്ഥ, അവയുടെയൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേരിയേഷൻ ഉണ്ടാക്കുന്നത് പോലെ പ്രപഞ്ചത്തിലും വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിലെ ഉള്ള ശരീരത്തിലുള്ള കലകളിൽ മാത്രമുള്ളതിനെക്കുറിച്ചാണ് ആയുർവേദം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്രം തന്നെ സംസാരിക്കുന്നത്. എന്നാൽ ചൈനയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ മറ്റ് 2 സ്റ്റേറ്റുകളുണ്ട്. വൃക്ഷങ്ങളുടേതായ ഒരു വളർച്ചയുടെ സ്റ്റേറ്റുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ പുറകെ
ധാതുക്കളായിട്ട്, ധാതു ലവണങ്ങളായിട്ട്, അല്ലെങ്കിൽ പിന്നെ ലോഹപദാർത്ഥങ്ങളായിട്ടുള്ള മിനറൽസ് ഉണ്ടാകുന്നൊരു സ്റ്റേറ്റുണ്ട്. അതുകൊണ്ട് അവർ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരി, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതിനകത്തൊരു മെറ്റലും ട്രീയും വുഡും അവർ ചേർത്തിട്ടുണ്ട്. ആനന്ദപ്രസാദ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് കാരണമെന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനകത്ത് മനുഷ്യനേക്കാളും മുമ്പ് തന്നെ മിനറൽസും വുഡും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ശരീരവുമായിട്ട് മാത്രമല്ല, മൊത്തത്തിലുള്ള മെൻ്റൽ പ്ലെയിനിലും, അതുമാത്രമല്ല യൂണിവേഴ്സൽ പ്ലെയിനിലുള്ള പ്രകൃതിയിലുള്ള കാര്യത്തിലും എല്ലാത്തിലും ഒരു ബാരോമെട്രിക്കലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ആ ഒരു 5 പിന്നെ കണക്കുകളായിരിക്കും ഏറ്റവും നല്ലത്. അതാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് ശിശിരത്തിൽ അധികമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ പിത്തത്തിൻ്റേതായിരിക്കും, വസന്തത്തിൽ കഫത്തിൻ്റേതായിരിക്കും, ഗ്രീഷ്മത്തിൽ വാദത്തിൻ്റേതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടലുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതനുസരിച്ചുള്ള തിക്തം, കഷായം, കഷായരസം, കടു, പിന്നെ മധുരം ഹേമന്തത്തിൽ, ലവണം വരുന്നത് ശരത്കാലത്തായിരിക്കും. ശരത്കാലം എന്ന് പറയുന്നത് ചരലുകളെ പോലുള്ള കാലം എന്നാണ് ആനന്ദ് പറയുന്നത്. അപ്പോൾ അതുമായിട്ടാണ് ലവണത്തിന് ബന്ധം. വർഷത്തിൽ അമ്ലപ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇതിൽ ഹേമന്തം എന്ന് പറയുന്നത് ശ്രേഷ്ഠത ബലം ഉള്ള ഒരു സമയമാണ്, ശിശിരം പോലെ തന്നെ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഉള്ള ഡീജനറേഷൻ സംഭവിച്ച് പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് വസന്തത്തിൽ പുതിയത് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ബീജാവാപം നടക്കുന്നത്, അതായത് പിന്നെ പ്രജനന പ്രക്രിയ, പ്രജനനം മനുഷ്യൻ്റേതെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും പുതിയ ആശയങ്ങളുടെയും പുതിയ സംരംഭങ്ങളുടെയൊക്കെ നല്ലത് ഹേമന്തമാണ്. ആണ് ഈ ഹേമന്ത ശിബിരം ആലോചിക്കുന്നതിന് കാര്യം ഇതുണ്ട്. ഹേമന്തത്തിലെ ശിബിരത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ്. അതേസമയം ശരത്തിലെ സംബന്ധിച്ചോളം ഉള്ളത് കൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കൊഴിഞ്ഞു പോകലാണ്. അതുകൊണ്ട് 100 ശരൽക്കാലം നിങ്ങൾ ജീവിക്കട്ടെ എന്നാണ് ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പല ആവർത്തി പണം പൊഴിക്കാൻ സാധിക്കട്ടെ, അതായത് പല ആവർത്തി നിങ്ങൾ വീണ്ടും നവീനനാവട്ടെ എന്നാണ്. നിങ്ങൾ സ്റ്റാഗ്നേറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നുള്ള സൂചനയാണ്. പല പ്രാവശ്യം നിങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി. ചൈനയിലെ കൺസെപ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വുഡിൻ്റെ കാര്യം അവരൊരു എലിമെൻ്റായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ കാര്യം എടുത്തു നോക്കിയാൽ അവർക്ക് വസന്തം എന്ന് പറയുന്നത്, സ്പ്രിംഗ് എന്ന് പറയുന്നതാണ് വുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് കാണുന്നത്. അത് വളർച്ചയുടെ കാലഘട്ടം, അൺകോംപ്രമൈസിങ് ആയിട്ടുള്ളൊരു കാലഘട്ടം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഒരു അപ്പോളജി ഇല്ല, ഓപ്റ്റിമിസം, പൂർണ്ണമായ ഒരു വിശ്വാസമുള്ളൊരു കാലഘട്ടം, ഹോപ്പിൻ്റേതായ കാലഘട്ടം. ഇതൊക്കെയാണ് ആ സ്പ്രിങ്ങിനെ കുറിച്ച് അവർ വിചാരിക്കുന്നത്. ഞാൻ അതാണ് ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞത്. അവരതിനെ അതൊരു പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് കാണുന്നു. അപ്പോൾ അതിനകത്ത് പലപ്പോഴും പുതിയ ഐഡിയകൾ, പുതിയ ഡിസിഷൻസ്, പുതിയ വിഷൻസ് ഇതെല്ലാം ഉണ്ടാക്കുന്നതിനുള്ള സമയമായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ പറയുന്നത് വാസ്തവത്തിൽ ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് ഇതുപോലൊരു സമാനമായിരിക്കുന്ന സാഹചര്യമായിരിക്കും. ഈ കോവിഡ് പ്രോട്ടോകോൾ പിന്നെ ഇതിൻ്റെ ഈ അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പാൻഡമിക്കിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് ഒരു ന്യൂ ജനറേഷനാണ്. അത് കഴിഞ്ഞ് സമ്മർ അവരെ നമ്മളിവിടെ പോലെ തന്നെ ഫയറിനെ തന്നെ കാണുന്നുണ്ട്. ഫയർ എന്ന് പറയുന്നത് ടുഗദർനെസ്സിൻ്റെയും എല്ലാ എനർജിയുടെയും ഫോമാണ്. ഫയറില്ലാതെ ഒന്നുമില്ല. നമ്മളിവിടെ ധാത്വാഗ്നി, ഭൂതാഗ്നി, ഇങ്ങനെ പല അഗ്നികളെക്കുറിച്ച് നമ്മൾ തന്നെ സുരേഷ് കുമാർ സാറിൻ്റെ ഒരു ചോദ്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. അതൊരു ഹൃദയത്തിൻ്റേതായ സമയമായിട്ട്, ഹാർമോണിയോട് ബന്ധപ്പെട്ടൊരു സമയമായിട്ടാണ് അതിനെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രാധാന്യം എങ്ങനെയാണോ അതുപോലെ തന്നെ ഫയറിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മറിനെയാണ് അവർ പ്രധാനമായിട്ട് കാണുന്നത്. നമുക്കിവിടെ സമ്മറിനെ കുറിച്ച് വലിയ ഗൗരവമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും മറ്റ്
പാശ്ചാത്യ ദേശങ്ങളിലൊക്കെ തന്നെ സമ്മർ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയമാണ് യാത്ര ചെയ്യുന്നതിനുമൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടുഗദർനെസ്സിൻ്റേതായ സമയമാണ്. ആ സമയം അവർ പരമാവധി പങ്കുവയ്ക്കേണ്ടതായ സമയം ഉണ്ടാകും. നമുക്കിനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ടുഗദർനെസ്സാണ്. ഇപ്പോൾ ടുഗദർനെസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വികാസം സംഭവിക്കുന്നതും സമ്മറിൽ തന്നെയാണ്. ചൂടെന്ന് പറയുന്നതാകട്ടെ ജീവൻ്റെ ലക്ഷണവുമാണ്. തണുപ്പ് മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞതുപോലെ ജീവൻ്റെ ലക്ഷണമാണ്. ഏത് ജീവനും ഉണ്ടായി വരുന്നതിന് ചൂട് ആവശ്യമാണ്. മുട്ടകൾ വിരിയുന്നത് ചൂട് കൊണ്ടാണ്. അങ്ങനെ ചൂടിൽ നിന്നാണ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തണുത്ത് മരവിച്ച് പോകുന്നത് മരണത്തോടു കൂടിയാണ്. അപ്പോൾ അതുപോലെ ശരത്കാലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന കമ്പോസ്റ്റുകൾ ഉണ്ടാകുന്ന, പ്രകൃതി സ്വയം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഒരു റീതിങ്കിങ്ങിൻ്റെ സമയമുണ്ടായി, പശ്ചാത്താപങ്ങളുണ്ടായി, നമുക്ക് ഒരു പ്രകാശം സ്വീകരിക്കുന്നതിനുള്ള ഒരു കാലഘട്ടം കൂടെയായിട്ട് അവർ കാണുന്നുണ്ട്. ഞാനതുകൊണ്ടാണ് ഈ ശരത്ത് 100 ശരത്കാലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം നീ നവീനാവട്ടെ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. നവീനാവട്ടെ എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം ആ ബോധപ്രാപ്തിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഋതുക്കളിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോൾ ആയുർവേദത്തിന് എടുത്തു കഴിഞ്ഞാൽ ഋതുചര്യകളൊക്കെ ഉണ്ടായിരിക്കും, ഓരോ ഋതു. പക്ഷേ ഇതൊക്കെ ആ ഋതുക്കൾ വാർഷികമായിരിക്കുന്ന ഋതുക്കളെ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിനമായ ഋതുക്കളും ഒരു നീണ്ട കാലയളവിൽ ഉണ്ടാകുന്ന ഋതുക്കളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈനംദിനമായിട്ട് രാവിലെ മുതൽ ഓരോ സമയത്ത് ഉണ്ടാകുന്ന ഋതുക്കളുടെ വ്യത്യാസം അനുസരിച്ചുള്ള രോഗങ്ങളും ലക്ഷണങ്ങളും ഒക്കെ മാറി മാറി വരുന്നു, ചികിത്സകൾ മാറി മാറി വരുന്നു. ഇത് ഞാനിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് 100 വർഷത്തിലൊരിക്കൽ നടക്കുന്നുണ്ട്, അല്ലാതെ അതിനേക്കാളും വലിയൊരു ഗ്യാപ്പിൽ നടക്കുന്നുണ്ട്. ഓരോ സെഞ്ചുറിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ സെഞ്ചുറികൾ ചേർന്ന് വരുന്ന സമയങ്ങളിലും ഇതേപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഒരു വിൻ്ററിൻ്റേതായ ഒരു അറ്റാക്കാണെങ്കിൽ മറ്റൊരു സമയത്ത് സമ്മറിൻ്റേതായ അറ്റാക്കായിരിക്കും. സമ്മറിൻ്റേതായ അറ്റാക്ക് എന്ന് പറയുന്നത് ഫയറിൻ്റേതായ അറ്റാക്കാണ്. അതൊരു യുദ്ധമാണ്. അപ്പം ഏതാണ്ട് മനസ്സിലായല്ലോ. ഇതുപോലെ ഇനി മറ്റൊരു സമയത്ത് പ്രളയം, ജലപ്രളയമായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഇതിന് പലപ്പോഴും ഒരു നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഇവൻറ്റിന് മുമ്പ് നമ്മളൊരു മോക്ക് ഇവൻറ്റ് കാണിക്കുന്ന പോലെ, ഒരു പൈലറ്റ് ഇവൻറ്റ് കാണിക്കുന്നത് പോലെ ഒരു വലിയ സംഭവത്തിന് മുമ്പ് ചെറിയ ചെറിയ കലാമിറ്റികൾ ഉണ്ടാക്കി. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഓരോ സെഞ്ചുറിയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ നമ്മളൊരു രോഗവുമായി ബന്ധപ്പെട്ട്, അണുവുമായി ബന്ധപ്പെട്ട്, വൈറസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു സെഞ്ചുറി കഴിയുമ്പോൾ ഇതൊരു പ്രകൃതിയുടെ ഋതുവിൻ്റെ ഭാഗമാണ്. ഋതു എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, വീണ്ടും ആവർത്തിക്കുന്നത്, ആർത്തവത്തിൻ്റെ സ്വഭാവമുള്ളത്. അപ്പോൾ ആ ആർത്തവ സ്വഭാവം, പ്രകൃതിയുടെ ആർത്തവ സ്വഭാവം കൊണ്ടാണ് അത്തരത്തിലുള്ള ഓരോ കാലഘട്ടത്തിലുള്ള ഇതുണ്ടാകുന്നത്. നമ്മളതിനെ മറ്റ് പല കാര്യങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. നിക്സൺ സാർ തന്നെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നമ്മുടെ ചോദ്യത്തിൽ വന്നു കഴിഞ്ഞു, അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് അതിനുള്ള മിസ്റ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ മിസ്റ്റിക്കലായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചും പാൻഡമിക്കിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ വസ്തുതി അങ്ങനെയുള്ള ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ടു ഈസ് ജനറേറ്റഡ് ഔട്ട് ഓഫ് യൂണിവേഴ്സൽ സിറ്റുവേഷൻ. ഈ പറഞ്ഞ ഒരു സൈക്ലിക്കൽ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ടാണ് ആ കോസസ് പോലും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഇനിയും വരും. ഇനിയും ഒരടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇതേപോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകും, പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന എനർജികൾ പലതരത്തിൽ ഋതുക്കളായിട്ട് പ്രവർത്തിച്ച് ഈ ഡെയിലി ലൈഫിനകത്ത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. അല്ലാതെ ഋതുക്കൾ എന്ന് പറയുന്ന ഒരു വർഷത്തിൻ്റെ 6 ഘട്ടങ്ങളായിട്ട് മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അത് താരതമ്യേന ഇപ്പം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഏത് മാസമാണ് വിഷു വരുന്നതെന്ന് അറിയില്ല. വിഷു വരുന്നതിനൊക്കെ എത്രയോ നാൾ മുമ്പ് കണിക്കൊന്ന പോകുന്നുണ്ട്. പണ്ടൊക്കെ കൃത്യമായിട്ട് മാവ് പൂക്കുമ്പോൾ വന്നുകൊണ്ടിരുന്ന കുയിലുകൾ മാവ് പൂക്കുന്നതിന് മുമ്പേ എത്തിക്കഴിഞ്ഞു.
ഇങ്ങനെയൊക്കെയുള്ള ആ കണക്കുകളൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ഒരു ആർത്തവ ചക്രം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇപ്പം നടപ്പാകാതാകുന്നു. മറ്റൊരു കണക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കണക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ തീർച്ചയായിട്ടും മനുഷ്യനത് മനസ്സിലാക്കാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നാളെ എന്നെങ്കിലും മനുഷ്യൻ ഈ പറഞ്ഞ ഓരോ സെഞ്ചുറികളോടും ഉണ്ടാകുന്ന ഈ പറഞ്ഞ ദുരിതങ്ങളുടെ കാരണവും മനുഷ്യൻ അന്വേഷിക്കും. അതൊരു സൈക്ലിക്കലായിട്ടൊരു പ്രതിഭാസമായിട്ട് നാം മനസ്സിലാക്കുക. അത് ദാറ്റ് മേ ബി അക്യുമുലേഷൻ ഓഫ് കാർമിക് റീസൺസ്, അത് സംശയമില്ല. പക്ഷേ അത് വന്നേ ഒക്കുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈനക്കാരുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ ട്രീയുടെ സമയം എന്ന് പറയുന്നത്, വുഡിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് ജനറേഷൻ്റെ കൺസെപ്ഷൻ, അതായത് കൺസീവ് ചെയ്യുന്ന സമയം, ഐഡിയകൾ കൺസീവ് ചെയ്യുക, ജനനങ്ങളുണ്ടാവുക, പ്രജനന പ്രക്രിയ ഉണ്ടാവുക, ഇതെല്ലാം ആ സമയത്താണ്. അത് ആ വാട്ടറിൻ്റെ സമയത്താണ്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഹേമന്തത്തിൻ്റെ സമയത്താണ്. അത് കഴിഞ്ഞ് വസന്തത്തിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ അവിടെ ഗ്രോത്തിൻ്റെ സമയം കൊടുത്തിരിക്കുന്നു. ഫയറിൻ്റെ സമയം എന്ന് പറയുന്ന അഡൽട്ട്ഹുഡായിട്ട് കാണുന്നു. അതുപോലെ ഒരു പേരൻറ്റിങ്ങിൻ്റെ സ്റ്റേറ്റ്, അതായത് ഞാൻ എൻ്റെ ഗ്രോത്ത് കഴിഞ്ഞ് ഞാൻ മറ്റൊരാളെ വളരാൻ സമ്മതിക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരാൾക്ക് വളമായി തീരുന്ന അവസ്ഥയാണ് ശരത്തെന്ന് വിളിക്കുന്നത്. അതിനെ അങ്ങനെ കാണുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇല്ലാതായി തീരുന്ന അവസാന കാലഘട്ടത്തിനെ അവർ മെറ്റലിൻ്റെ കാര്യമായിട്ടാണ് ചൈനക്കാർ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ തരംതിരിവുകൾ അതിനെ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ടും ഇതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം.